ശ്രീ ഷാഫി ചാലിം, ഇവിടെ നിയമസഭയിൽ BJPക്ക് 3 അംഗങ്ങളാണുള്ളത്. ഒരാൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്, ഒരാൾ മുൻ കേന്ദ്രമന്ത്രിയാണ്, ഒരാൾ ചാത്തന്നൂർ എനിക്ക് വ്യക്തിപരമായി അറിയാത്ത ആളാണ്. പക്ഷേ എന്താകും അടുത്ത 5 വർഷം സഭയിൽ BJP സ്വീകരിക്കാൻ പോകുന്ന, സഭയ്ക്കകത്തും പുറത്തും സ്വീകരിക്കാൻ പോകുന്ന സമരം നിലപാടുകൾ എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് വി മുരളീധരന്റെ ഇടപെടൽ, ഇപ്പോൾ റെജി ലൂക്കോസ് പറയുന്നതും. ഷാഫി, ഈ റെജി ലൂക്കോസ് സത്യത്തിൽ ഇത്തരത്തിലുള്ള റെജി ലൂക്കോസുമാർ സമീപകാലത്ത് അദ്ദേഹം പറയുന്നത് മാധ്യമപ്രവർത്തകർ ചാനലിൽ നിന്ന് മറ്റൊരു ചാനലിലേക്ക് ചാടും പോലെ ആണ് ഞാൻ ചാടിയതെന്നാണ്. മാധ്യമപ്രവർത്തകന്മാർ ഒരു ചാനലിൽ നിന്ന് മറ്റൊരു ചാനലിലേക്ക് ചാടാനുള്ള കാരണം വളരെ അമേസിംഗ് ആയ സാമ്പത്തിക ഓഫർ പാക്കേജ് ഒക്കെയാണ്. അപ്പൊ അതുപോലെ അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ പാക്കേജ് ഉണ്ടായോ എന്ന് എനിക്കറിയില്ല. അവിടെ റെജി, അല്ല ഞാനത് പറയട്ടെ, അവിടെ നിൽക്കി. ഇവിടെ ഇപ്പൊ കുറെ റെജി ലൂക്കോസുമാർ അങ്ങോട്ട് ചെന്നിട്ടുണ്ട്. അവരെ ഒക്കെ ഹൃദയമുണ്ടെങ്കിൽ വേദനിപ്പിക്കുന്ന പരാമർശമാണ് മുരളീധരൻ നടത്തിയത്. മുരളീധരൻ നടത്തിയ ആദ്യത്തെ പ്രയോഗം തന്നെ ഞാൻ ഭൂരിപക്ഷ സമുദായത്തെ നിയമസഭയിൽ പ്രതികരിക്കുന്നു എന്നാണ്. അതിനുശേഷമാണ് എന്തു പറയുന്നത്, ഭൂരിപക്ഷ സമുദായത്തെ പ്രതികരിച്ചതിന് ശേഷം പിന്നെ എല്ലാ വിഭാഗത്തെയും ഞാൻ പ്രതികരിക്കാൻ ശ്രമിക്കുന്നതാണ്. ആദ്യം പറഞ്ഞത് ചെറിയ സംഗതിയല്ല. ഇപ്പൊ കുറെ റെജി ലൂക്കോസുമാരായിട്ട് ചെല്ലുന്നുണ്ടല്ലോ, നിങ്ങളൊക്കെ ന്യൂനപക്ഷ സമുദായമാണ്. നിങ്ങൾ പറയുന്ന ഈ BJPയുടെ ഉന്നത നേതാവാണ് ഈ പറയുന്നത് ഞാൻ ഭൂരിപക്ഷത്തെ സമുദായത്തെ പ്രതികരിച്ചായിരിക്കും സഭയിൽ ആക്ട് ചെയ്യാം. സത്യത്തിൽ നിങ്ങളൊക്കെ കഥ എന്തായിരിക്കും? അതിന് ശേഷമാണ് മുസ്ലിം ലീഗിന് കൊടുക്കരുത്, ഞങ്ങൾക്ക് ഞങ്ങൾ നിങ്ങൾ പറഞ്ഞവരെ ഓടളിക്ക് വന്നതല്ല, ഞങ്ങളെ നേതാക്കളെ ഭൂരിപക്ഷം എപ്പോഴും എണ്ണി കഴിഞ്ഞിട്ടില്ല. PK കുഞ്ഞാലിക്കുട്ടീൻ്റെ ഭൂരിപക്ഷം നിങ്ങൾക്ക് അറിയാലോ, 20 വോട്ടിൽ നിന്ന് ജയിച്ചു വന്ന ആളുകളാണ് എന്ത് ചെയ്യുന്നത്, ഞങ്ങളെ നേരെ കൈ ചൂണ്ടുന്നത്. ഭരണഘടനാപരമായി പിന്നെ ഈ നിയമസഭയിൽ പിന്നെ ഒരു ഭരണകൂടത്തിൽ എല്ലാ വകുപ്പുകളും കൈകാര്യം ചെയ്യാൻ ജാതി മത വ്യത്യാസമില്ലാതെ ഇന്ത്യയിലെ ഓരോ പൗരനും ഭരണഘടന തന്ന അവകാശമാണ്. ആ അവകാശം നിഷേധിക്കണമെന്ന് പറഞ്ഞാൽ MLA ആയി തുടരാൻ പോലും അയാൾക്ക് അവകാശമില്ല. നിയമപരമായി അയാൾക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞങ്ങൾ പഠിച്ചു വരികയാണ്. ഒരു പ്രത്യേക പാർട്ടിപ്പെട്ടവർ, ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിപ്പെട്ടവർ ഈ നാട്ടിലെ ഒരു വകുപ്പ് കൈകാര്യം ചെയ്യാൻ പാടില്ല എന്ന് പച്ചക്ക് പറയുന്നത് സത്യത്തിൽ സത്യപ്രതിജ്ഞാ ലംഘനമാണ്. ഇയാൾ സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. ഇതിനെ വേണ്ട രീതിയിൽ മറ്റു കക്ഷികൾ അപലപിച്ചില്ല എന്നൊരു പരാതി കൂടി ഞാൻ ഇവിടെ വെച്ച് പരസ്യമായി ഷെയർ ചെയ്യുകയാണ്. ആരാന്നുള്ളതൊക്കെ നിങ്ങൾ കണ്ടെത്തിക്കൊള്ളണം. അതിശക്തമായ അപലപിക്കേണ്ട ഒരു പ്രസ്താവനയെ ഇതുവരെ കാര്യഗൗരവത്തോടെ ആരും അപലപിച്ചതായി കാണുന്നില്ല. ഇത് ഞങ്ങളെ നേരെ ആയതുകൊണ്ടാണോ? ഇത് ചെറിയ സംഗതിയല്ലല്ലോ. ഒരു മനുഷ്യൻ പറയണം, അതങ്ങനെ പറയാൻ പാടോ? കോൺഗ്രസ് ഏറ്റെടുക്കണം. എപ്പോഴാണ് കോൺഗ്രസിനോട് ഈ റെജി ലൂക്കോസിന്റെ പാർട്ടിക്ക് സ്നേഹം തുടങ്ങിയത്? കോൺഗ്രസ് നീതിപൂർവ്വം ഇത് കൈകാര്യം ചെയ്യുന്നവരാണെന്നുള്ളൊരു തോന്നലിലേക്ക് നിങ്ങൾ എപ്പോഴാണ് എത്തിയത്? ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ലത്. ഒരു കാര്യം പറഞ്ഞുതരാം, ഞങ്ങളും നികുതി കൊടുത്ത് ഈ നാട്ടിൽ ജീവിക്കുന്നവരാണ്. പറ്റുന്നുണ്ടെങ്കിൽ RSSന്റെ ശാഖയിൽ പോയിട്ട് റെജി ലൂക്കോസ് ഒന്ന് പറഞ്ഞു കൊടുത്തേണ്ടി. ഇവിടുത്തെ മുസ്ലിങ്ങളുണ്ടല്ലോ, നികുതി കൊടുത്ത് ജീവിക്കുന്നവരും അവിടെ. നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങളെ പിന്നെ എടുക്കാൻ പാടില്ല എന്ന് പറയാൻ നിങ്ങളാരാ? എന്തടിസ്ഥാനത്തിലാണ്? എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ മാധ്യമ പ്രവർത്തകരും മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന എല്ലാ പൗരന്മാരും ഒന്നടങ്കം അപലപിക്കേണ്ട ഒരു കാര്യമാണത്. നിങ്ങളിപ്പോൾ ബംഗാളിലെ കാര്യം പറഞ്ഞല്ലോ, ബംഗാൾ വെച്ച് ഒരു ചർച്ച നടത്തേണ്ട അശ്മി. എന്താ അവിടെ സംഭവിച്ചത്? ഞാനിന്ന് അതിൻ്റെ ഒക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിട്ട് ആകെ മൂക്കത്ത് വിരൽ വെച്ചു പോയി. എത്ര ലക്ഷം മനുഷ്യന്മാരെയാണ് SIR വെട്ടിയത്? നിങ്ങളത് മനസ്സിലാക്കണം. 12.5% മനുഷ്യർക്ക് വോട്ടില്ലാതാക്കി. അങ്ങനെയാണ് 4.5% വ്യത്യാസത്തിൽ BJP അവിടെ പിടിക്കുന്നത്. ഈ രാജ്യം എവിടേക്കാണ് പോകുന്നത്? എന്താ നാട്ടിൽ സംഭവിക്കാൻ പോകുന്നത്? അതാ മനസ്സിലാക്കേണ്ടത്. അവിടെ മുഖ്യമന്ത്രി ആകാൻ പോകുന്ന ആൾ നടത്തിയ പ്രസ്താവന ഇപ്പോൾ അശ്മിയോട് പറയണ്ടായി. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് രക്തച്ചൊരിച്ചിലുണ്ടാവില്ലേ? അതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ല, ഞാൻ പറഞ്ഞത് ബംഗാളിലെ കുറച്ചുകൂടി ആഴത്തിലെ സാഹചര്യമാണ്. ഇപ്പോൾ തന്നെ അവിടെ ബോംബോട്ടിലും വെട്ടിക്കൊലയൊക്കെ തുടങ്ങിയിട്ടുണ്ട്, കൊലപാതകം തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കേരളവും ബംഗാളും തമ്മിൽ താരതമ്യമില്ല. അത് വിട്ടേക്ക് വിഷയമാണ്. ഓക്കെ, അത് കുറച്ചുകൂടി ആഴത്തിലെ പ്രശ്നമാണ്. നോക്കി, ഈ SIR വെട്ടിവരെ തന്നെ ഹാഷ്മി ശ്രദ്ധിച്ചു നോക്കൂ. മുർഷിദാബാദ് ഡിസ്ട്രിക്റ്റിൽ നിന്ന് മാത്രം 5.5 ലക്ഷം മനുഷ്യന്മാരെ, മുസ്ലിങ്ങളെ മാത്രം. മാൾഡയിൽ നിന്ന് 3.25 മനുഷ്യന്മാരെ, 24th പർഗനാസിൽ നിന്ന് 4.5 ലക്ഷം പേരെ തെരഞ്ഞു പിടിച്ചിട്ടാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ടാണ് വിജയം കൊയ്യുന്നത്. ഈ രാജ്യത്തെ സുപ്രീം കോടതി നിശ്ശേഷമായി നോക്കി നിൽക്കുകയാണ്.
ഇതൊക്കെ സൊമോട്ടോ തന്നെ കോടതി എന്ത് ചെയ്യാണ് രക്ഷക്കെത്തണ്ടേ?